പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംസ്ഥാന ജില്ലാ നേതൃത്വത്തെ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായി മാറി നിൽക്കുകയും V4 പട്ടാമ്പി എന്ന സംഘടന രൂപീകരിച്ച് 5 വർഷക്കാലം പട്ടാമ്പിയുടെ ഭരണത്തിൻ്റെ ഭാഗമായി അന്ന് പ്രവർത്തിച്ചു. പിന്നീട് പാർട്ടി തിരിച്ചെത്താൻ ആവശ്യപ്പെടുകയും മുഴുവൻ പ്രവർത്തകരെയും കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് അന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതാണ്, ഒന്ന് പട്ടാമ്പി നഗരസഭാ ഭരണം തിരിച്ചു പിടിക്കുക, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി നഷ്ടപ്പെട്ട പട്ടാമ്പി നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു ദൗത്യം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി നഗരസഭാ ഭരണം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഇനി അടുത്ത ദൗത്യം എന്ന് പറയുന്നത് ഈ നിയോജക മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു MLA ഉണ്ടാക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ആ MLAയുടെ പിന്തുണയോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമല്ല, വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം നിലവിലുണ്ട്. പട്ടാമ്പിയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. കേരളത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതുവഴി വലിയൊരു ഭൂരിപക്ഷം പട്ടാമ്പി നിയോജക മണ്ഡലത്തിലുണ്ടാകും. അതിന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.